ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, വെറുതെ പറയില്ല, സൂപ്പർ 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 ഒരു പ്രൊഡക്റ്റാണ് ഇത്. 2 ഗ്ലാസ് ജാറിൻ്റെ ഒരു സെറ്റാണ്. ഈ ഒരു ഗ്ലാസ് ജാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ 2 ഗ്ലാസ് ജാറാണ് കേട്ടോ. ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും, അതുപോലെ പുതിയൊരു മോഡലിലൊക്കെ, പുതിയ മോഡലല്ല സംഭവം, ഒരുപാട് പഴക്കമുള്ള മോഡലാണ്, പക്ഷേങ്കിൽ എപ്പോഴും ഒരു പുതുമയോട് കൂടി നിൽക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ജാറിന്. ഇതിൻ്റെ ലിഡൊക്കെ കണ്ടോ, നല്ലൊരു വെറൈറ്റി മോഡലാണ് വരുന്നത്. അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു വാഷറും കൊടുത്തിട്ടുണ്ട് ലിഡിന്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ലിഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് ക്ലോസ് ചെയ്യാം. നല്ല സൂപ്പറാണ്, നല്ല എയർ ടൈറ്റ് ആയി നിൽക്കും, നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ്സാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഓരോ കണ്ടെയ്നേഴ്സും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു 400 ml ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവും ഓരോ കണ്ടെയ്നറിനും തോന്നുന്നു. ആ ഒരു സൈസിലുള്ള 2 കണ്ടെയ്നേഴ്സാണ്. നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ, അതെല്ലാം നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, കിച്ചണിലൊക്കെ വെച്ചാൽ അടിപൊളി ലുക്കുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന് ഈ 2 എണ്ണത്തിന് 344 രൂപയായിരുന്നു. 2 എണ്ണത്തിന് ഒരു സെറ്റാന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 296 രൂപ മാത്രമേ ഉള്ളൂ. അത്രയും ഡിഫറൻസ് പ്രൈസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ നല്ല ചാൻസ്, കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു ഗ്ലാസ് ജാർ കിട്ടുമ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്, കാരണം അത്രയും ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഒരു തവണ വാങ്ങിച്ചവർ തന്നെ രണ്ടാമതും വാങ്ങിക്കും കേട്ടോ, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എഗ് ട്രേ ആണ് കേട്ടോ. നമുക്ക് മുട്ട അറേഞ്ച് ചെയ്ത് വെക്കാൻ, ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഇത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സംഭവം ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയിലൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഒരു വെറൈറ്റി ആണല്ലോ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു മോഡലാകുമ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എഗ്ഗ് എങ്ങനെ വെക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് ഇത് സംഭവം. നമുക്കിത് ശരിക്കും ഈ ഒരു ട്രേ നിറച്ച് മുട്ട ഉണ്ടെങ്കിൽ ആണ് ഇതിൻ്റെ കറക്റ്റ് ഒരു എന്താ പറയുക, ആ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കും പോലെ ഇതുപോലെ ജസ്റ്റ് ഈ ഒരു ഹോളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഓരോ മുട്ടായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഊർന്നൂർന്ന് വന്നോളും. അങ്ങനെ നിറയെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് യൂസ് ചെയ്യാനും ഈസിയാണ്, ഇതിന്ന് മുട്ട എടുക്കാനും ഈസിയാണ്. മുട്ട പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ വിചാരിക്കും പൊട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ, കാരണം ആ ഒരു ട്രേൻ്റെ ആ ഒരു ഇതിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകാണ്ട് ചെയ്യത്. അപ്പോൾ പുറമേക്കൊന്നും വീട് പോവില്ല, യൂസ് ചെയ്യാനും എളുപ്പമാണ്, സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്, കാണാനും ഭംഗിയാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം, ഇനി അതല്ല കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റിവ്യൂസ് ഇതിനെ പറ്റി കണ്ടിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ച സമയത്ത് 174 രൂപ ഏതാണ്ടായിരുന്നു. ഇപ്പം പ്രൈസ് ഏതായാലും 157 രൂപയുള്ളൂ കേട്ടോ. പ്രൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തന്നെ പല മോഡലുള്ളതും ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ 2 ട്രേ ആയിട്ടല്ലേ കാണാം, അതുപോലെ 3 എണ്ണം വരുന്നതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നല്ലൊരു അടിപൊളി കാസറോളാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് സംശയത്തിൽ വാങ്ങിച്ചത്, കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടാകുമ്പോൾ നന്നാവും ഇല്ല എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിൽ വാങ്ങിച്ചത്. പക്ഷെ കൈ കിട്ടിയപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു കാസറോളാണ്. ഒരു 1 ലിറ്റർ കപ്പാസിറ്റി ഒക്കെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പക്ഷെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, പുറമെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണ് പുറമെ വരുന്നത്, ഉള്ളിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ, അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാസറോളിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 268 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ 243 രൂപയുള്ളൂ. 243 രൂപക്കൊക്കെ എന്തായാലും കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാസറോളാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് എന്തായാലും ഈ റേറ്റിന് ഇത്ര വലിപ്പമുള്ള കാസറോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളണ്ടേ.
ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് രണ്ട് ക്യൂട്ടായിട്ടുള്ള നല്ല രണ്ട് ബൗളാണ്, രണ്ടെണ്ണം വരുന്ന സെറ്റായിരുന്നു. ഇതിന്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാട്ടോ ഞാൻ. പക്ഷെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, കഴുകി കിട്ടിയപ്പോഴേക്ക് നല്ല അടിപൊളി ഇട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഫിനിഷിങ്ങിലൊക്കെ വരുന്ന സെറാമിക്കിന്റെ രണ്ട് ബൗളാണ്, ചെറിയ രണ്ട് ബൗൾസ് ആണ് കേട്ടോ. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് ഞാൻ, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അപ്പോൾ സംഭവം അടിപൊളിയാട്ടോ, നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, ചെറുതും ആണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം വരുന്ന സെറ്റാണ് ഇത്. രണ്ടെണ്ണത്തിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് 251 രൂപയായിരുന്നു. ഇപ്പൊ 208 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്, കാണാനും ഭംഗിയുണ്ട്. പക്ഷെങ്കിൽ ചെറിയ രണ്ട് ബൗൾസ് ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, ഞാൻ നിർബന്ധിക്കുന്നില്ല. സംഭവം അടിപൊളിയാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ചെറിയ രണ്ട് ബൗളാണെന്ന് മാത്രം. അപ്പോൾ ലിങ്ക് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. എന്നെ പോലെ നല്ല ക്യൂട്ട് ഐറ്റംസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആട്ടോ. മീഷോയില് കുറച്ച് നാളായിട്ടേ ഉള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതും. പക്ഷെങ്കിൽ സംഭവം അടിപൊളിയാട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, ഹെർബ്സ് ഐറ്റംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. ഈ ഒരു സംഭവമൊക്കെ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വരുന്നത്. കണ്ടാ ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിലും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഇവിടെ ജസ്റ്റ് ഇതിന്റെ ഓപ്പണിങ് ഈ ഒരു സൈഡിലാണ്. എന്നിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് നമ്മൾ മല്ലിച്ചപ്പോ, പുതിനോ, കറിവേപ്പില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ വെള്ളത്തിൽ വെക്കൂലേ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിലൊക്കെ, അങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ അങ്ങനെയും വെക്കാം. അതിനാണ് ഈ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ഇറക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ്. പുതിയൊരു പ്രൊഡക്റ്റ് ആണ് മീഷോയില്. അപ്പൊ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്, എങ്ങനെയുണ്ട് കൊള്ളുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 288 രൂപ ഏതാണ്ടായിരുന്നു. ഇപ്പൊ 251 രൂപയാണ് കേട്ടോ. സംഭവം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ 2-3 വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ ഹെർബ്സും ഇങ്ങനെ ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന 3 കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. ഗ്ലാസ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ടഫ് ആൻഡ് ഗ്ലാസ്സിൽ, നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ്സിൽ വരുന്ന 3 കണ്ടെയ്നേഴ്സ് ആണ്. 3 ഡിഫറെന്റ് സൈസിലാണ് വരുന്നത്. വെറുതെ പറയല്ല കേട്ടോ, നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി 3 കണ്ടെയ്നേഴ്സ്. അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓരോ കണ്ടെയ്നേഴ്സിനും. ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും കൊടുത്തിട്ടുണ്ട്. ലിഡ് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിന്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നോക്കൂ കേട്ടോ, നല്ല കട്ടിണ്ട് വരുന്നത്. ഇത് ഓവൻ സേഫ് ആണ്, മൈക്രോവേവ് സേഫ് ആണ്, പിന്നെ ഡിഷ് വാഷർ സേഫ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ പേടിച്ച് യൂസ് ചെയ്യേണ്ട. അത്യാവശ്യം നമുക്ക് എല്ലാ യൂസേജും ഈ ഒരു ഇതിൽ നടക്കൂട്ടെ. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനും ബേക്കിങ്ങിനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മാത്രമല്ല, നമുക്ക് ഇനി ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യട്ടെ. നമുക്കത് ഫ്രീസറിലും വെക്കാം. സാധാരണ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോവാന്നൊക്കെയുള്ള പേടിയില്ല. പക്ഷെ ഇത് പൊട്ടില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സിലാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും ഉണ്ട്. 3 ഡിഫറെന്റ് സൈസിലും ആണ് വരുന്നത്. ഏറ്റവും വലുത് ഇതാണ്. പിന്നെ അതിന്റെ താഴെയുള്ള സൈസസിലാണ് ബാക്കി 2 കണ്ടെയ്നേഴ്സും വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടെയ്നേഴ്സിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 557 രൂപയായിരുന്നു കേട്ടോ. ഇപ്പം പ്രൈസ് എത്രയാന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിക്കോളണ്ടേ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ആ ഒരു പ്രൈസിന് ഈ ഒരു 3 കണ്ടെയ്നേഴ്സ്, ഇത്രയും ക്വാളിറ്റിയുള്ള 3 കണ്ടെയ്നേഴ്സ് കിട്ടാന്ന് വെച്ചാൽ ലാഭം തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പൊ ഈ ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് മൊത്തമായിട്ട് 24 പീസസ് ആണ് വരുന്നത്. 4 ഡിഫറെന്റ് സൈസിലുള്ള 24 പീസസ് ആണ് വരുന്നത്. ഇതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഏറ്റവും വലിയ ജാറ്. ഇത് ഒരു 1 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. അതിന്റെ താഴെ ആയിട്ടുള്ളത് 500 ml കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ താഴെ ആയിട്ട് ഈ ഒരു ചെറിയ കണ്ടെയ്നറാണ്, 250 ml കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. അതിൻ്റെയും താഴെ ആയിട്ട് ഈ ഒരു ചെറിയ കണ്ടെയ്നറാണ് കേട്ടോ. ഒരു 150 ml കപ്പാസിറ്റി ആയിരിക്കും ആ ഒരു കണ്ടെയ്നർ ഉണ്ടാവുക.
ഇനിയിപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ നല്ല അടിപൊളി കണ്ടെയ്നേഴ്സ് ആണ്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ബ്ലാക്ക് ലിഡൊക്കെ വന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും ആണ്. മാത്രമല്ല നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇട്ട് വെക്കാൻ പറ്റിയ രീതിയിൽ എല്ലാ സൈസസിലുള്ള കണ്ടെയ്നേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 516 രൂപയായിരുന്നു കേട്ടോ. ഈ ഒരു 24 പീസ് സെറ്റിന് ഇപ്പം വന്നിട്ട് 476 രൂപയാണുള്ളത്. അപ്പോൾ പ്രൈസ് ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പം എത്രയാണ് പ്രൈസ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം മീഷോയിൽ ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊടുത്ത പ്രൈസ് ഒന്നും ചില പ്രൊഡക്റ്റിനൊക്കെ പ്രൈസ് കൂടുതലാണെന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൈസ് അങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടിരിക്കും കേട്ടോ. മീഷോയിൽ ചിലപ്പോൾ നന്നായിട്ട് കുറയും, ചിലപ്പോൾ കുറച്ച് കൂടും, അങ്ങനെ. എന്നാലും ഒരുപാട് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരുപാടൊന്നും പ്രൈസ് ഇനിയിപ്പോൾ അഥവാ കൂടുകയാണെങ്കിൽ ഒരുപാടൊന്നും കൂടുതൽ കേട്ടോ. എന്തായാലും 476 രൂപക്ക് ഒരു 24 സെറ്റ് കണ്ടെയ്നേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞത് അത് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് സൈസിലാണ്. അതുപോലെ ഓരോ ബോട്ടിൽസിലും സ്പൂണും ഉണ്ട് കേട്ടോ. അതിന് പാകമായിട്ടുള്ള സ്പൂണും ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്. വർത്തായുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സാണ്. വാങ്ങിച്ചാൽ എന്താണെന്ന് നഷ്ടമാവില്ല. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലായോ? നല്ലൊരു കിളിക്കൂട് പോലല്ലേ കാണാൻ. പുറം ഭാഗത്തായിട്ട് കുറച്ച് കിളികളും കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൂട്ട് ബാസ്ക്കറ്റായിട്ടും അതുപോലെ എഗ് ബാസ്ക്കറ്റായിട്ടും വെജിറ്റബിൾ ബാസ്ക്കറ്റായിട്ടും ഇനി അതല്ല വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇട്ട് വെക്കണം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാസ്ക്കറ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വരുന്നത്. മെറ്റലിൽ ഇതുപോലെ ഗോൾഡൻ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ. ഞാൻ കുറേ കൈ വെച്ച് ഉരച്ചൊക്കെ നോക്കിയിട്ട് ഈ പെയിൻറ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ, പക്ഷേ പോകുന്നൊന്നുമില്ല. നല്ല അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഈസി ആയിട്ടൊന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ പുറം ഭാഗത്ത് കണ്ട് ഇതുപോലെ കിളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിഡിലും കൊടുത്തിട്ടുണ്ട്. ലിഡ് എയർ ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഒന്ന് ജസ്റ്റ് വലിച്ചെടുത്ത് അങ്ങ് പോരുന്ന ടൈപ്പിലാണ് കേട്ടോ ലിഡുള്ളത്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരു സംഭവമൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ കിച്ചൺ നല്ല പ്രീമിയം ലുക്കിൽ നിൽക്കും കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല. അത്രയും ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി വീഡിയോയിൽ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 477 രൂപയായിരുന്നു കേട്ടോ. ഇപ്പം 427 രൂപയാണ് മീഷോയിൽ നോക്കിയപ്പോൾ. അത്രയൊക്കെ പ്രൈസിന് എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം മെറ്റലിൽ ഇതുപോലെ ഗോൾഡൻ കളർ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് വരുന്നതിന് ആ ഒരു പ്രൈസിന് കിട്ടുക എന്ന് വെച്ചാൽ അത് വേർത്താണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും തോന്നിയാൽ ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സെറാമിക് ജാറിൻ്റെ സെറ്റാണ്. 2 വരുന്ന ഒരു കോംബോ സെറ്റായിരുന്നു. ഇത് ഓരോന്നും ഒരു 750 ml കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു സൈസിലാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ പ്രൊഡക്റ്റാണ്. അതായത് ഇതിൻ്റെ ലിഡൊക്കെ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ക്യൂട്ടായിട്ടുള്ള 2 ജാറുകളാണ്. ലിഡ് എയർ ടൈറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഇതുപോലെ എടുക്കുക അത്രയേ ഉള്ളൂ. എയർ ടൈറ്റ് അല്ല, എന്നാൽ നമ്മളിങ്ങനെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഫിനിഷിങ്ങിൽ തന്നെ ക്ലോസ് ആയിട്ട് നിന്നോളും. നല്ല വെയിറ്റുള്ള സെറാമിക്കാണ്, നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റിയും കാണാനും നല്ല ഭംഗിയുള്ള അടിപൊളി സെറാമിക്കിൻ്റെ ജാറാണ് കേട്ടോ. നമുക്ക് ഉപ്പ് പുളി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാനും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാം. ഇപ്പം അതല്ലെങ്കിൽ ഷോ പീസായിട്ട് കിച്ചണിൽ വെക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു കളറിലുമാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെയും കളേഴ്സിൽ വരുന്നുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. വേറെയും കളേഴ്സിൻ്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ ഒരു 2 ജാറിൻ്റെ സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 418 രൂപയായിരുന്നു. ഇപ്പം 367 രൂപയുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു പ്രൈസിനൊക്കെ എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ.
അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബുള്ളറ്റ് മിക്സർ ആണ് കേട്ടോ. ഇതിനെ പറ്റി പറയാൻ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു മിക്സറിന്റെ ഈ ഒരു ജാറുണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക ജ്യൂസ് ജാറൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതുപോലെ അതിന്റെ താഴ്ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മിക്സിക്ക് ഇത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് കേട്ടോ. അതിന് എല്ലാ മിക്സിയും ഒരുപോലെ ആയിരിക്കൂലല്ലോ. അപ്പോൾ അതിന്റെ താഴ്ഭാഗം നോക്കിയിട്ട് ഞാനിപ്പോൾ കാണിച്ചില്ല അതുപോലെയുള്ള മിക്സികൾക്കേ പറ്റുള്ളൂ. സുജാതന്റെ മിക്സിക്കൊന്നും പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ ഉള്ളിൽ ഇതുപോലെ വാഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഷാർപ്പാണ് ഇതിന്റെ ബ്ലേഡ്. ഇനിയിപ്പോൾ വാഷർ ചീത്തായി പോയാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ വാഷറും കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ജ്യൂസറിന് ഒരു ലിഡും കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് ഇടുക, ഈ ഒരു ജാറിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് മിക്സറിൽ വെച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ജാറ് താഴോട്ട് വരുന്ന രീതിയിൽ വേണം ഓപ്പൺ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് സ്മൂത്തീസോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിഡ് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാണ്. സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഈസിയാണ്. ഇനിയിപ്പോൾ ഇതിന് ഞാൻ വാങ്ങിച്ച സമയത്ത് പ്രൈസ് 291 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈസ് 250 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് വർത്താണ്. ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കുമ്പം ഈ ഒരു സംഭവം നോക്കി തന്നെ വാങ്ങിക്കണം. സുജാതന്റെ മിക്സറിനൊന്നും ഇത് സ്യൂട്ടല്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൂൺ ഹോൾഡർ ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി നമ്മുടെ എല്ലാ വീഡിയോയിലും എൻക്വയറി വരാറുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പം എല്ലാ വീഡിയോയിലും ഇതിനെ പറിച്ച് എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ, പ്രൈസ് എത്രയാണ്, എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എൻക്വയറി വരാനുണ്ട്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ തന്നെയാണ്. സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന സ്പൂൺ ഹോൾഡർ ആണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമുക്കിത് ഓരോന്നിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഓരോ ഹോൾഡറിന്റെ ഉള്ളിലും ഇതുപോലെ ഹോൾസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും ഈസിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ബേസിൽ കണ്ടോ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക ഓരോ ഹോൾഡറും. പിന്നെ ഇനി അഥവാ വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങോട്ട് ഡ്രെയിൻ ആയി പോയിക്കോളൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്പൂണിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഇത് മീഷോ തന്നെ വാങ്ങിച്ചത്. ഇത് 2 സെറ്റ് ആയിരുന്നു, 2 സെപ്പറേറ്റ് സെറ്റ് ആയിരുന്നു. ഈ ഫോർക്കും ഈ ഗോൾഡൻ കളർ സ്പൂണും ഒരു സെറ്റിൽ വരുന്നതാണ്. അതുപോലെ ഈ ഒരു ഷേപ്സിലുള്ള ഫ്ലവേഴ്സിനൊക്കെ ഷേപ്പിലുള്ള ഈ ഒരു സ്പൂൺസ് ഉണ്ടല്ലോ, അത് വേറെ സെറ്റ് ആയിരുന്നു കേട്ടോ. 5 ആയിരുന്നോ 4 ആയിരുന്നോ കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും അങ്ങനെ ഒരു സെറ്റ് ആയിരുന്നു. അപ്പം ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കാറ്. അപ്പൊ പ്രൈസ് 270 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 233 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ അത്രയൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടേ. താങ്ക് യു ഫോർ വാച്ചിങ്.